തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് KMMLന് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയത്. തോട്ടപ്പള്ളി പുഴയിൽ നടക്കുന്നത് ദുരന്ത നിവാരണമല്ല, ദുരന്ത വിതരണമാണെന്ന് ഖനന വിരുദ്ധ സമിതി ആരോപിച്ചു. KMML തോട്ടപ്പള്ളി പുഴിമുഖത്ത് നടത്തുന്ന ഖനനം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ ഹർജി എത്തിയത്. ഖനനം സ്റ്റേ ചെയ്യാൻ അന്ന് സുപ്രീംകോടതി വിസമ്മതിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് വിഷയത്തിൽ നോട്ടീസ് അയച്ചിരുന്നു. ഇതിന് നൽകിയ മറുപടിയിലാണ് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് KMMLന് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. അതേസമയം സ്പിൽവേയിൽ തടസ്സമില്ലാതെ വെള്ളമൊഴുകാനുള്ള മണ്ണ് മാത്രമാണ് നീക്കുന്നതെന്ന് കേരളം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാർ സുപ്രീംകോടതിയിൽ പറഞ്ഞത് കള്ളമാണെന്ന് ഖനന വിരുദ്ധ സമിതി ആരോപിച്ചു. ഈ ഇൽമനൈറ്റിന് അന്തർദേശീയ മാർക്കറ്റിൽ 14,000 രൂപയിൽ കൂടുതൽ വിലയുണ്ട്. ആ സാധനം ഇങ്ങനെ ചുഴു വിലയ്ക്ക് ഈ കമ്പനികൾക്ക് കിട്ടുന്നതിന് ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. ഇവിടെ പ്രകൃതി സംരക്ഷണം അല്ല നടക്കുന്നത്. ഇത് ദുരന്ത നിവാരണമല്ല, ഇത് ദുരന്ത വിതരണമാണ് ഇവിടെ നടക്കുന്നത്. മണ്ണ് നീക്കത്തിന്റെ മറവിൽ ഖനനം നടക്കുന്നുവെന്നാണ് ഹർജിക്കാരുടെ വാദം. തോട്ടപ്പള്ളി സ്വദേശി സുരേഷ് കുമാർ, സിദിലാൽ എന്നിവരാണ് ഹർജി നൽകിയത്. ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തോട്ടപ്പള്ളിയിൽ ശക്തമായ സമരവും നടക്കുന്നുണ്ട്. ഖനനം നടത്താൻ അനുമതി നൽകിയില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതോടെ പ്രതിഷേധം ഒന്നുകൂടെ ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. മണ്ണ് മാത്രമാണ് നീക്കിയതെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ഇനി സുപ്രീം കോടതി അംഗീകരിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. അരവിന്ദ് PR, Media One, ഡൽഹി.